നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യമുള്ളത്, നിങ്ങൾ എവിടെ ജീവിക്കുന്നു, നിങ്ങൾക്ക് എത്രമാത്രം സമയം പഠിക്കാനുണ്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, നിങ്ങളുടെ സാമ്പത്തികം, ഇത്തരം കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് കാണാം, ഈ കോഴ്സറ, കോ അക്കാദമി, യൂഡമി, ഇതിലുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള പല കോഴ്സുകളും സർട്ടിഫൈ ചെയ്യുന്നത് ഗൂഗിൾ, മെറ്റ, IBM പോലെയുള്ള കമ്പനീസ് ഒക്കെ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയിൽ അത് പഠിച്ചെടുക്കാനും ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട്. HR കോഴ്സ്, ടാക്സേഷൻ, അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്. നിങ്ങൾ നന്നായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും അതുപോലെ ലാംഗ്വേജിലൊക്കെ നല്ല സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോഗിംഗ് കോഴ്സസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, സ്പോക്കൺ ഇംഗ്ലീഷ്, കണ്ടന്റ് റൈറ്റിംഗ്, അത്തരം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏത് ഏരിയയിലാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നോക്കിയിട്ട് നിങ്ങളത് സെലക്ട് ചെയ്യണം. അത് വെബ് ഡിസൈനിങ് ആവാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാം, റെസിൻ ആർട്ട് ആവാം, ക്ലേ പോട്ട് ആവാം, എനിത്തിങ്. പിന്നെ ഒരു ആസ്പെക്ട് നിങ്ങൾ നോക്കേണ്ടത് വളരെ ലെസ് ഓപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ചില മോണ്ടസറി ടീച്ചർ, അതേപോലെ അറബിക് കോഴ്സസ്, അത്തരത്തിലുള്ള ഒരുപാട് കോഴ്സസ് അധികം ആളുകൾ എടുക്കാതെ അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കോഴ്സസിൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള വിവരം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.